2022 ഫെബ്രുവരിയിൽ തുടങ്ങിയ പോരാട്ടം, അതാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പോരാട്ടം. കീവിലും കാർക്കീവിലും മരിച്ച സൈനികരുടെ എണ്ണം ഉക്രൈൻ ഇപ്പോഴും കണക്കുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടില്ല. ഉക്രൈനിലുണ്ടായ നാശനഷ്ടം എന്നത് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കനത്ത നാശനഷ്ടം. എന്നിട്ടും സെലൻസ്കി ഒരിഞ്ച് പിന്മാറാതെ ശൗര്യത്തോടെ നിന്നപ്പോൾ അവരുടെ എല്ലാ മൊറയിൽ ബൂസ്റ്റിനെ തകർത്തുകൊണ്ട് അമേരിക്ക 28ഓളം നടപടികൾ അടങ്ങുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ച് റഷ്യയും ഉക്രൈനും സമാധാനപരമായി നീങ്ങാനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനോട് വിയോജിച്ച സെലൻസ്കിയോട് അന്തിമ താക്കീതെന്ന രീതിയിൽ പറഞ്ഞു, അമേരിക്കയെ ശത്രുപക്ഷത്താക്കുന്നത് നിങ്ങൾക്കൊട്ടും ശുഭകരമായിരിക്കില്ല. അപ്പോൾ പിന്നെ ഉക്രൈൻ മാത്രമായിരിക്കില്ല ബാക്കി. അപ്പോൾ പിന്നെ ഉക്രൈനിൽ കീവോ ഒരു മേഖലയോ ബാക്കി കാണില്ല. പിടിച്ചെടുക്കാൻ അധികം സമയം വേണ്ട. ഇത് സെലൻസ്കിക്കുള്ള താക്കീത് തന്നെയാണ്. ഒരു ക്ലൗണായി, ഒരു ജോക്കറായാണ് സെലൻസ്കിയെ അമേരിക്ക എക്കാലവും കണ്ടിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. സെലൻസ്കിയെ പരിഹസിച്ചുകൊണ്ട് നേരത്തെ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ JD വാൻസും പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി ഒരു മനുഷ്യനെ അപമാനിക്കാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഭാഷയിൽ പരിഹസിച്ചുകൊണ്ട് ഒരു ജോക്കറായാണ് സെലൻസ്കിയെ കണ്ടത്. പുടിൻ്റെ അടുത്ത് ഈ വേലയാഭ്യാസം നടക്കുമോ? അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് നടത്തിയ ചർച്ച പുടിനുമായി എത്ര മനോഹരമായ കെട്ടിപ്പടുത്തവും സൗഹൃദ രീതിയിലുള്ള സ്ഥാപിക്കലുമൊക്കെ ബോഡി ലാംഗ്വേജിൽ കാണിക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. കാരണം എന്താണ്? ട്രംപിന് കൃത്യമായി അറിയാം പുടിൻ്റെ തീരുമാനങ്ങൾ എന്തായിരിക്കുമെന്ന്. ട്രംപിന് കാലാവധി കഴിഞ്ഞാൽ അമേരിക്കയിൽ പിന്നെ വലിയ സ്ഥാനമാനമൊന്നുമില്ല. ഒരു കോർപ്പറേറ്റ് എന്നതിനപ്പുറം ധനികനായ ഒരു ബിസിനസ്സുകാരൻ എന്നതിനപ്പുറം ട്രംപിന് പ്രത്യേക സ്ഥാനമൊന്നും അമേരിക്കയുടെ ഭരണത്തിൽ അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞാൽ കിട്ടില്ല. അതുപോലെയല്ല പുടിൻ. പുടിൻ റഷ്യയുടെ സർവാധികാരിയാണ്. പുടിൻ 2036 വരെ റഷ്യയുടെ തലവനാണ്. ആ തലവനെ തൊട്ട് കളിക്കാൻ ഡൊണാൾഡ് ട്രംപ് എന്നല്ല, ലോകത്ത് ഒരു പൊന്നുമോ വിചാരിച്ചാലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ട്രംപിനെന്നല്ല ഏതൊരു രാഷ്ട്രീയ നേതാവിനും പുടിൻ ഒരു ലോക ഭയമായി നിൽക്കുന്നത്. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും നാൾക്ക് നാൾ ഇട്ടുകൊടുക്കുന്ന തീറ്റ പോലെയാണ് ഉക്രൈന് വല്ലതും കൊടുക്കുന്നത്. അത് കണ്ടുകൊണ്ട് മസിൽ ബലത്തിൽ ഇനിയും റഷ്യയെ കയറി ചൊറിയാമെന്ന് വിചാരിച്ചാൽ കീവും കാർക്കീവും ഒന്നും ഉക്രൈനിൽ ബാക്കി കാണില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു വലിയ ദൗത്യത്തിലാണ്. പഴയ സോവിയറ്റ് റഷ്യ പുനഃസ്ഥാപിക്കണം. അതിന് ബെലാറസ് തയ്യാറാണ്. തൊട്ടയൽവക്കത്തെ പല രാജ്യങ്ങളും അതിന് അർത്ഥസമ്മതം മൂളുന്നു. അതിൻ്റെ കീഴിൽ ഉക്രൈനെ പിടിച്ച് വലിച്ചെങ്കിലും അതിന് ഏത് മാർഗമെങ്കിലും ഉപയോഗിച്ച് അനക്സ് ചെയ്യണമെന്നതാണ് പുടിൻ്റെ ആഗ്രഹം. അത് ചെയ്തിരിക്കും.